ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ കൊണ്ടുള്ളൊരു ഫേഷ്യലാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള ഓൾമോസ്റ്റ് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുവാണെങ്കിൽ 600 മുതൽ ഒരു 800 അല്ലെങ്കിൽ ഒരു 1200 ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് നോർമലി ഈ പപ്പായ ഫേഷ്യൽ. പക്ഷേ നമ്മൾ ഇന്ന് വീട്ടിൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു പപ്പായ ഫേഷ്യൽ നമ്മളതിലെടുക്കുന്ന ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പം നമുക്കൊരു 10 രൂപയിൽ താഴെ ആവുള്ളൂ എന്ന് പറയാം. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ മെയിൻ കണ്ടൻറ്റായിട്ട് ഈ പപ്പായ പറയാറുണ്ട്. ഇപ്പോൾ പപ്പായയുടെ ഫേസ് വാഷ്, പപ്പായയുടെ സ്ക്രബ്ബ്, അതുപോലെ തന്നെ ഈ പപ്പായ ഫേഷ്യൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പപ്പായ സ്കിൻ കെയറിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയെന്ന്? അപ്പോൾ പപ്പായ നമ്മുടെ സ്കിന്നിന് തരുന്ന ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു 5 ബെനിഫിറ്റ് ഞാൻ ഇന്നിവിടെ പറയാം. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസണാണ് മോയ്സ്ചറൈസിങ് എഫക്റ്റ്. പപ്പായയിലുള്ള വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ സ്കിന്നിൽ വരുന്ന ഫ്ലേക്കിനെസ്, അതായത് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫേസിലൊക്കെ ഒരു താരനുള്ളത് പോലെ അല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ള ഒരു അവസ്ഥ, അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈ പപ്പായയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ലൈക്കോപ്പിന് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുകയും അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ വരാൻ കാരണമായിട്ടുള്ള ഫ്രീ റാഡിക്കിൾസിനെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അങ്ങനെ ഫ്രീ റാഡിക്കിൾസിനൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ വരാൻ സാധ്യതയുള്ള റിങ്കിൾസിനൊക്കെ കുറയ്ക്കാൻ പപ്പായയ്ക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പപ്പായയ്ക്കുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നമ്മൾ പറയില്ലേ നല്ല തുടിപ്പുണ്ട്, അതായത് ഇലാസ്റ്റിസിറ്റി, ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കൊളാജൻ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും നമ്മുടെ സ്കിന്നിൽ വരാൻ സാധ്യതയുള്ള റിങ്കിൾസിനെയൊക്കെ കുറയ്ക്കാനൊക്കെ പപ്പായ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് റീസണാണ് ആക്നെ കൺട്രോൾ. പപ്പായയിൽ പെപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. അപ്പോൾ ഈ ഒരു എൻസൈമിന് സ്കിന്നിൻ്റെ ഇൻഫ്ലമേഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ക്ലോഗ്ഡ് പോഴ്സിനെയൊക്കെ ഓപ്പൺ ആക്കാനും ക്ലിയർ ആക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. നമ്മുടെ ഫേസിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ കുഴികളെയാണ് പോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ പോഴ്സ് നമുക്ക് വെറുതെ നോക്കിയാൽ കാണില്ല. പക്ഷേ ചില റീസൺസ് ഒക്കെ കൊണ്ട് ഈ പോഴ്സ് വലുതാകുകയും അതിന് നമ്മൾ ഓപ്പൺ പോഴ്സ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പൺ പോഴ്സ് ഉണ്ടാകുമ്പം നമ്മുടെ ഫേസിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കൊക്കെ ഈ ഒരു കുഴിയിലേക്ക് പോവുകയും അങ്ങനെ ആ കുഴി ക്ലോഗ് ആകുകയും അങ്ങനെ ആഗ്നെ പ്രോബ്ലംസ് വരികയും നമ്മുടെ ഫേസിൽ എപ്പോഴും കുരുക്കൾ വരിക, അതുപോലെ തന്നെ ഫേസ് നമ്മൾ തൊടുമ്പം റഫായിട്ടിരിക്കുക, ഒരു അണീവനായിട്ടൊക്കെ ഫീൽ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ പോഴ്സ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഓപ്പൺ പോഴ്സ് വരാനുള്ള കാരണം, ഓപ്പൺ പോഴ്സ് എന്താണ്, ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഈ ഓപ്പൺ പോഴ്സ് ഉള്ളവർ ഫേസിൽ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതിന് ഏതൊക്കെ ഫേസ് പാക്കാണ്, എന്തൊക്കെ സൊല്യൂഷനാണ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഈ ഓപ്പൺ പോഴ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നാലാമത്തെ റീസൺ സ്കിൻ ടോൺ ഇംപ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ പപ്പായയിൽ അടങ്ങിയ വൈറ്റമിൻ എയും വൈറ്റമിൻ സിക്കും നമ്മുടെ സ്കിന്നിലുള്ള ഒത്തിരി പ്രോബ്ലംസൊക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാനിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റമിൻ എ, സി ആൻഡ് ആൻറ്റി ഓക്സിഡൻസിനൊക്കെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻസിനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു പപ്പായയ്ക്കുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് മൊത്തത്തിലൊരു ഗ്ലോ തരാനും ഒത്തിരി സ്കിന്നിലുള്ള ഈ ഡാർക്ക്നെസ് അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ട്രീറ്റ് ചെയ്ത് മൊത്തത്തിലൊരു ഗ്ലോ തരാനും നല്ലൊരു സ്മൂത്ത് സ്കിൻ തരാനൊക്കെ ഉള്ള കഴിവ് പപ്പായയ്ക്കുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് റീസണാണ്. അപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത പോയിന്റിൽ ലാസ്റ്റ് എന്നേ ഉള്ളൂ. ഇതിനെക്കാട്ടൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് പപ്പായക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഒത്തിരി റീസൺസ് ഉണ്ട് പപ്പായ എന്തുകൊണ്ടാണ് സ്കിൻ കെയറിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ 5th പോയിന്റ് പറയുകയാണ്. അപ്പോൾ 5th റീസൺ ഫേഷ്യൽ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. പപ്പായയിലുള്ള എൻസൈമായിട്ടുള്ള പപ്പായന് ഫേഷ്യൽ ഹെയറിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസിനെ ഒന്ന് എന്താ പറയുക വീക്കാക്കാനും അങ്ങനെ നമ്മുടെ ഫേഷ്യൽ ഹെയറിൻ്റെ റീഗ്രോത്ത് ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു പപ്പായയിലുള്ള എൻസൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുള്ള പപ്പായ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഫേഷ്യലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം.
നമ്മുടെ ഫേഷ്യലിന് ആവശ്യമായിട്ടുള്ള പപ്പായ ഇതുപോലെ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്കൊരു മിക്സി ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിക്കാനും കൂടെയുള്ള ആവശ്യത്തിന് എടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ പപ്പായ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പപ്പായൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫേഷ്യലിന് മൊത്തത്തിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഇത് ആവശ്യം. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പപ്പായ എടുക്കുക. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ്. അതിനുശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പപ്പായ അരയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. പിന്നെ പപ്പായയുടെ ആ പഴുപ്പൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ പാല് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇതുപോലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ വരുന്ന രീതിയിൽ പാലൊക്കെ ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഫേസ് വാഷ് എങ്ങനെയാണോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറ് അതുപോലെ ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്യുക. ഫേഷ്യലിൽ എപ്പോഴും നമ്മുടെ ഫേസ് മസാജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് ആദ്യം നമ്മുടെ ഫേസിൽ ഒരു തവണ ഇട്ട് മസാജ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിലുള്ള മാസ്ക് മുഴുവനായിട്ടും കുറച്ച് എടുത്ത് ഇതുപോലെ ഫേസിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് ആ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷം വേണം നമ്മൾ ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇങ്ങനെ മസാജ് ചെയ്ത ശേഷം നമുക്കത് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ബ്രൈറ്റ്നസ് തരുമ്പോൾ നമ്മുടെ കഴുത്ത് കുറച്ച് ഡിമ്മായതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് സ്ക്രബിംഗ് ആണ്. ഇതിനായിട്ട് നമ്മൾ അരച്ച് വെച്ച പപ്പായ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണിൽ തരി കുറവുള്ള അരിപ്പൊടി ചേർക്കുക. അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ക്രബ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സ്ക്രബ് ഫേസിൽ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം പതുക്കെ മസാജ് ചെയ്യുക. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അരിപ്പൊടി ഉള്ളത് കൊണ്ട് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടത് കൊണ്ട് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മസാജ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ശരിക്കും ഞാൻ വളരെ പതുക്കെയാണ് മസാജ് ചെയ്യുന്നത്. നമ്മുടെ വിരലിൻ്റെ ടിപ്പ് കൊണ്ട്, അതായത് നമ്മുടെ നഖമൊന്നും ഫേസിൽ ഉരയാത്ത രീതിയിലും പിന്നെ നമ്മൾ ഫുൾ ഫോഴ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ടിപ്പ് ഉപയോഗിച്ച് മാത്രമായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്ക്രബ് തീരുന്നത് വരെ നമ്മൾ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഫേസിലെല്ലായിടത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രബിങ്ങോട് കൂടി നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസും ക്ലെൻസിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അഴുക്ക് പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ അതും എല്ലാം റിമൂവ് ആവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ മുഖത്തൊന്ന് ആവി കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നോർമൽ സ്റ്റീമർ ഉപയോഗിച്ച് ഒരു 3-4 മിനിറ്റ് ആവി കൊള്ളാം. അതിനുശേഷം ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ ഫേസ് പാക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനായിട്ട് അരച്ച് വെച്ച പപ്പായ 1 ടേബിൾ സ്പൂണ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ തേനും 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നാരങ്ങാനീരും ചേർക്കുക. ചെറുനാരങ്ങ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസ് ചേർക്കാം. ഇനി അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കടലപ്പൊടിയിലുള്ള ആ ഒരു കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് ഉടച്ച് നമ്മളൊരു സ്മൂത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മാസ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസിലേക്ക് ഈ ഒരു മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോട്ട് ഇട്ട ശേഷം നമുക്കതിൻ്റെ മേലെ അടുത്ത കോട്ടായിട്ട് ഇടാം. അങ്ങനെ നമ്മൾ കയ്യിലുള്ള മാസ്ക് മൊത്തം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ മാസ്ക് അപ്പോഴേക്കും മുഴുവനായിട്ട് ഡ്രൈ ആവുമൊന്നുമില്ല. അങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റൊക്കെ മാക്സിമം വെച്ച ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്തുകൊണ്ട് ഈ ഒരു മാസ്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ അരിപ്പൊടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഫോഴ്സ് ഉപയോഗിച്ച് തന്നെ മസാജ് ചെയ്യാം. നമുക്കത് കണ്ണിൻ്റെ ചുറ്റൊക്കെ പതുക്കെ മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് 7 ഡേയ്സ് വേണമെങ്കിൽ ചെയ്യാം. ഇനി നാളൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് 1 ടൈമായിട്ട് നമുക്കിത് ചെയ്യാം. ഇനി വീക്ക്ലി ട്വൈസ് ത്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വീക്കൊക്കെ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമ്മളൊരു ഗ്യാപ്പ് എടുക്കണം. വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതിയാകും. അല്ലാതെ നമ്മൾ ഒരു തവണയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇനി നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ വെച്ച് ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 1 മന്തൊക്കെ യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഈ ഫേഷ്യൽ എന്ന് പറയുമെങ്കിലും പപ്പായ നമ്മുടെ ഫേസിൽ തരുന്ന ആ ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നാച്ചുറൽ റെമഡീസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര റിസൾട്ടായിരിക്കും കിട്ടുക. പക്ഷേ നമ്മളൊരു നാച്ചുറൽ റെമഡിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നല്ല
കിഡിലൻ റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്കത് കുറച്ച് ടൈം, നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അത് കുറച്ച് ടൈം എടുത്തെന്ന് വരും. അപ്പോൾ ഇതൊരു ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ നിങ്ങളുടെ സ്കിന്നിലുള്ള ഒത്തിരി ഇഷ്യൂസൊക്കെ മാറി വരാനായിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ നാച്ചുറൽ റെമഡീസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു വൺ ടൈം മാത്രം ചെയ്ത് തീർക്കാതെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി വൺസ് ഒക്കെ വെച്ചോ അല്ലെങ്കിൽ ട്വൈസ് ആയിട്ടൊക്കെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month ഒക്കെ ചെയ്ത് നോക്കൂ. ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിക്കഴിയുമ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം നമ്മളൊരു കെമിക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഭാവിയിലെ സൈഡ് എഫക്റ്റിനൊക്കെ പേടിച്ച് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് വളരെ ഫ്രീ ആയി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾ അലർജിക്കൊന്നും അല്ല എങ്കിൽ പിന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും പേടിക്കാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ ഒത്തിരി നാച്ചുറൽ റെമഡീസ് ഞാൻ ഓൾറെഡി ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലെങ്ങനെ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കാം, ഇതൊക്കെ ഞാൻ ഈ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ ഫേഷ്യലൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ കമൻറ്റ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും ഒത്തിരി വാല്യുബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.